ജെൻസിയുടെ കഥ പറഞ്ഞു വന്നപ്പോഴാണ് നമ്മുടെ ഒരു ബസ് ഇങ്ങനെ ഓടി ഓടി പോകുന്നത് പോലെയാണ് നടപടികൾ ഇങ്ങനെ ഓടി ഓടി പോകുന്നത്. ഒരു നടപടിയും കട്ടപ്പുറത്തില്ല. KSRTCയെ കുറിച്ചാണ്. KSRTCയിലെ നടപടികൾക്കെതിരായ വിമർശനങ്ങളെ പരിഹസിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇതാ എത്തുകയാണ്. ബസ്സിൽ മാലിന്യം കണ്ടാൽ ഇനിയും നടപടിയെടുക്കും. KSRTCയെ വിമർശിച്ച് ആരും പ്രശസ്തരാകേണ്ടെന്നും KSRTCയുടെ പടമിട്ട് സമരം നടത്തുന്നവന്മാർ അലവലാദികളാണെന്നും മന്ത്രി പറഞ്ഞു. അതിനിടെ KSRTC ബസ്സിന് മുന്നിൽ കുപ്പിവെള്ളം സൂക്ഷിച്ച ജീവനക്കാർക്കെതിരെ നടപടിയും വന്നുകഴിഞ്ഞു. പൊൻകുന്നം യൂണിറ്റിലെ ഡ്രൈവർ സജീവ്, ജെയ്മോൻ ജോസഫ് എന്നിവരെ സ്ഥലം മാറ്റി. മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. KSRTCയുടെ പുറത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ് കുപ്പി ഇട്ട് കൊണ്ടുവന്ന നടപടിയെടുക്കുക. ഒരുത്തനും എന്ത് പറഞ്ഞാലും ഞാനത് വകവയ്ക്കത്തില്ല. ഇത് ഇരിക്കുമെങ്കിൽ വൃത്തിയാക്കിയിരിക്കും. പിന്നെ ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പി ഇട്ടാൽ പിടിക്കും, നടപടിയെടുക്കും. അതിന് ഇനി ആരും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എഴുതി മെനക്കെടണ്ട. ഞാൻ മന്ത്രിയായിരിക്കുമെങ്കിൽ അക്കാര്യത്തിൽ നടപടി ചെയ്തിരിക്കും. ബസ്സിനകത്ത് പ്ലാസ്റ്റിക് കുപ്പി ഇടാനും മാലിന്യം ഇടാനും എല്ലാ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും മാലിന്യം ഇടാനുള്ള ബോക്സ് വെച്ചിട്ടുണ്ട്. ദിലീപ് ദേവസ്യ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. മന്ത്രി നല്ല ഫോമിലാണ്. പരിപാടി റദ്ദാക്കുന്നതിൽ കുപ്പി അവിടെ കണ്ടു കഴിഞ്ഞാൽ നടപടിയെടുക്കുന്നതിൽ അങ്ങനെ നടപടി മന്ത്രിയായി മാറുകയാണോ KB ഗണേഷ് കുമാർ? തീർച്ചയായിട്ടും സുജിയ, നടപടികൾക്ക് ഇനി ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നടപടി തുടർന്നുകൊണ്ടേയിരിക്കും. തെറ്റ് കണ്ടാൽ നടപടി എടുക്കുമെന്ന് തന്നെയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം പൊൻകുന്നം ഡിപ്പോയിലുള്ള ബസ് ആയൂർ വെച്ച് മന്ത്രി നേരിട്ട് നടത്തിയ മിന്നൽ പരിശോധനയിൽ ഈ പ്ലാസ്റ്റിക് കുപ്പികൾ കാണുകയും ചെയ്യുന്നു. ആ ബസ്സിലെ കണ്ടക്ടറിനും ഡ്രൈവർക്കുമെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. അവർക്ക് സ്ഥലം മാറ്റം ലഭിക്കുകയും ചെയ്തു. ഇനിയും താൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ബസ്സുകളിൽ പരിശോധന നടത്തുമെന്നും ഇത്തരം കുപ്പികൾ വെക്കാൻ വേണ്ടി പുതിയ ബസ്സുകളിൽ 3000-ഓളം ഈ ബിന്നുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്താലും ഇത്തരം പറയുന്നത് 1-ാം തീയതി ശമ്പളം കൊടുത്തപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടില്ല? ഈ KSRTCയെ വാട്സപ്പിൽ എഴുതി വാനോളം പൊഴുത്തേണ്ട അല്ല, അതുപോലെ എഴുതി പ്രശസ്തരാകേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മന്ത്രി എന്തായാലും ഈ നടപടികളുമായി മുന്നോട്ട് പോകും. ഞാൻ മന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള നടപടികൾ തുടർന്ന് പോകുമെന്ന് തന്നെയാണ് മന്ത്രി ഇന്ന് പത്തനാപുരത്ത് ഒരു ചടങ്ങിൽ വെച്ച് പറയുകയുണ്ടായത്. സുജിയ, താങ്ക് യു ദിലീപ് ദേവസ്യയാണ് വിവരങ്ങളുമായി നമുക്ക്